ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജസ്റ്റ് പൊന്നു ജോബ്സ്. പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം എല്ലാവരും പ്രദക്ഷിണത്തിന് ജപമാല റാലിക്ക് പോയേക്കാണ്. 5 മണിയുടെ കുർബാന കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ ജപമാല റാലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 6:30-6:45 ആയപ്പോഴേക്കും റാലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും തിരിയൊക്കെ കത്തിച്ച് പിടിച്ച് നമ്മുടെ ജപമാല റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. പിന്നെ അതേ നമ്മുടെ മാതാവിനെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ KCYM ആണ് മാതാവിനെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. കൂടെ വേറെ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നേ. അപ്പോൾ വളരെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ്, സാരി കുടിപ്പിച്ച് ഫ്ലവറും പിന്നെ ലൈറ്റൊക്കെ വെച്ചിട്ട്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ കൊയറിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിലായിട്ട് നമ്മുടെ മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇവരെല്ലാവരും റാലിക്ക് പോട്ടെ, നമുക്കെന്ത് ചെയ്യാം, നിങ്ങൾ വെറുതെ ഇരിക്കേണ്ട, നിങ്ങളെ ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം, വായോ. നമ്മുടെ കാറ്റീസം കുട്ടികളുടെ ഒരു മത്സരം ഉണ്ടായിരുന്നേ. ഒരു മത്സരമല്ല, കുറച്ച് മത്സരങ്ങളുണ്ടായിരുന്നു. കൊന്ത മേക്കിംഗ്, കൊന്ത ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നാച്ചുറലായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കാറ്റീസൊക്കെ മിസ് ചെയ്തു കേട്ടോ. ഞങ്ങൾ പഠിക്കുന്ന സമയത്തും ഈ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഈ നിങ്ങൾക്ക് കാണാം, പിസ്ത വെച്ചിട്ടുള്ള, പിസ്തയുടെ തൊണ്ട് വെച്ചിട്ട് ലൂബിക്ക, കോവയ്ക്ക, അങ്ങനെ കുറേ ഐറ്റംസ്, നൂല്, ഇങ്ങനെ നമുക്ക് തീം തന്നേക്കുന്നത് നാച്ചുറലായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് കൊന്ത ഉണ്ടാക്കിക്കൊണ്ട് വരാം. പിന്നെ അതേ ചെറിയ കുട്ടികൾക്കുള്ളതായിരുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ചാർട്ട് മത്സരം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൈസ്കൂൾ സെഷനുള്ള മത്സരമായിരുന്നു ഈ ഗ്രോട്ടോ ഉണ്ടാക്കൽ. അത് അവരവരുടെ ഗ്രോട്ടോൻ്റെ ആ തീം ചാർട്ടിലും A4-ലൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സൈഡിൽ അവിടെ ചെസ് നമ്പർ കാണാം. ഓരോ ഗ്രൂട്ടും എന്താ പറയുക, ഒന്നിനും മികച്ചതായിരുന്നു. ജഡ്ജസ് ഇങ്ങനെ മാർക്ക് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതുപോലെ ക്രിയേറ്റീവായിട്ട് അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന കുട്ടികൾക്ക് എ ബിഗ് കൺഗ്രാറ്റ്സ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടികളുടെ കഴിവും വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ ടാലൻസ് കണ്ടുപിടിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. നല്ലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ലതായിരുന്നു. ഓരോന്നോരോന്ന് എടുത്ത് പറയാനായിട്ട് എനിക്ക് പറ്റണില്ല. എല്ലാം അതിൻ്റേതായ ഒരു യുണീക്ക്നെസ് ഉണ്ട് എല്ലാ ക്ലാസ്സുകാരുടെ ആണെങ്കിലും. പിന്നെ ആ തീം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ A4-ലും ചാർട്ടിലൊക്കെ ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രോട്ടോയും കൊന്തയൊക്കെ ഞാൻ പോയി കണ്ടു. നിങ്ങളെയും ഇതേ കാണിച്ചു തരാണ്. അത് കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോഴാണ് വേറെ നമ്മുടെ ബാക്കി മത്സരങ്ങൾ ലോഡിങ് പ്രിപ്പറേഷൻസ് ഗോയിങ് ഓണാണ് താഴെ. നമ്മൾ നേരത്തെ ഇന്നലെ നമ്മൾ കണ്ടു നമ്മുടെ അമ്പഴക്കാട് അവിടുത്തെ കൊന്ത ജപമാല റാലി ടാബ്ലോ കാര്യങ്ങളെല്ലാം കണ്ടു. ഇന്ന് ഇവിടുത്തെ തിരുത്തിപ്പറമ്പിലെ ഇവിടുത്തെ നമ്മൾ ജപമാല റാലി, ജപമാല സമാപനം ഇന്നാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നത്തെ പോലെ നല്ലടാ, ഇതൊക്കെ മാറി. മുന്നെന്ന് വെച്ചാൽ നമ്മൾ പിള്ളേരുടെ ഒരു മത്സരം ഉണ്ടാവും, മതബോധനത്തിൻ്റെ മത്സരം ഉണ്ടാവും. അതുണ്ട്, ഓൾറെഡി ഉണ്ട്. കൊന്ത ഉണ്ടാക്കിയിട്ടുണ്ട്, പല പല ഐറ്റംസ് വെച്ചിട്ട്, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ്. ഞാൻ ഓൾറെഡി കാണിക്കാം. അതൊക്കെ വെച്ച് കൊന്ത അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഗ്രോട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്രാവശ്യം നമ്മൾ കുഞ്ഞു പിള്ളേരെ കൊണ്ട്, അതായത് 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് മാതാവിനെ ഇതായിട്ട് റെഡി ആയിട്ട് വന്ന് അവർക്ക് എന്തോ സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ അപ്പോൾ നമ്മൾ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് കഴിവ് വെറുതെ ഉണ്ടാവില്ലല്ലോ, അമ്മമാരുടെ കഴിവല്ലേ. അപ്പോൾ അമ്മമാരും, അതായത് നമ്മുടെ യൂണിറ്റിൽ 9 യൂണിറ്റാണ് നമുക്കുള്ളത്. 9 യൂണിറ്റിലെ അമ്മമാർ മത്സരമുണ്ട് മാതാവായിട്ട്. പക്ഷേ 6 യൂണിറ്റാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ 6 വലിയ മാതാവിനും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞു മാതാവിനും നമുക്ക് കാണാം. അപ്പോൾ അതേ പ്രിപ്പറേഷൻസിലാണ് എല്ലാവരും. ഇവിടെ ഒരു മാതാവ് പ്രിപ്പയർ ആവുന്നു. ഹലോ, ഒരു ഹായ് പറഞ്ഞു. ഹായ്. കുഞ്ഞു മാതാവും അമ്മയും പ്രിപ്പറേഷൻ. ഇവിടെ വേറൊരു കുഞ്ഞു മാതാവും. ഹായ് പറ ഹായ് പറ. അമ്മയും നന്നായി ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞില്ല കേട്ടോ, നന്നായിട്ടുണ്ടേ. ഇവിടെ അമ്മയും ചേച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ. ഒരുക്കാട് കാര്യമായിട്ട് ഇത്ര പേരുള്ളൂ. ഒരു ഹായ് പറയൂ. ഹായ്. എന്നിട്ട് അനുഗ്രഹമൊക്കെ നമുക്ക് പിന്നീട് വരുന്നതായിരിക്കും. തീർന്നില്ല, ഇനി നമ്മുടെ വലിയ മാതാവിനെ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് നമ്മുടെ ഓൾറെഡി ഒരു മാതാവ് വയ്ക്കണം അങ്ങനെയാണെന്നാണ് വിചാരിച്ചത്. പിന്നെ മനസ്സിലായേ ഇങ്ങനെ കുറേ മാതാവുണ്ട്. മാതാവ് പ്രാക്ടീസിലാണ്, മത്സരം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് ഏത് മാതാവാണ് പെട്ടെന്ന് മനസ്സിലായവർ മനസ്സിൽ വിചാരിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബിലോ. ഞാൻ ഇപ്പോൾ പറയണില്ല, ലാസ്റ്റ് പറയാം. ഓക്കെ, ഞാൻ അടുത്തത് കാണിച്ചു തരാവേ. ഓടി നടന്ന് കാണിച്ചു തരാം. ഈ മാതാവ് നമ്മുടെ ഒരു ഫാൻ കൂടിയാണ്. കണ്ടടേ, ഞാൻ അതൊക്കെ കാണിച്ചു കൊടുക്ക്. കണ്ടോ, ഹോൾ സെറ്റായാ. ഇത് പഠിക്കാനുള്ള കുറിച്ചാണ് ഇനിയോട്ട് പഠിച്ചുകൊണ്ടിരിക്കാൻ. അവിടെ ഡിസ്റ്റർബ് ചെയ്യില്ലാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുക, പൊളിക്കൂലേ. ഇവിടെ മേക്കപ്പ് ചെയ്യണം, മേക്കപ്പ് ആർട്ടിസ്റ്റ്. അടുത്ത ടീമേ കുറേ പേര് ഇവിടെ പള്ളി വെച്ച് തന്നെയാണ് റെഡി ആവണത്. കുറച്ച് പേരൊക്കെ വീട്ടിൽ നിന്നും അവിടെ നിന്ന് റെഡി ആയിട്ട് ഒന്ന് നിർത്ത്. ഈ മാതാവ് റെഡി ആയി തുടങ്ങിയിട്ടുള്ളൂ. ലൈറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും. അതുകൊണ്ട് ഇപ്പോൾ റെഡി ആയി കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ വരുന്നെന്ന് പറയുന്നത്. കൂടുതൽ കുഞ്ഞു മാതാവുണ്ട്, അതവർ സർപ്രൈസ് ആക്കി വെച്ചേക്കട്ടോ, മനസ്സിലാവാണ്ടിരിക്കാൻ. പക്ഷെ ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും. പള്ളിയിൽ പ്രദക്ഷിണത്തി കഴിയുമ്പോൾ തന്നെ പ്രോഗ്രാം തുടങ്ങും കേട്ടോ. അവരെ റെഡിയാക്കുന്നവരാണ്. ഇവരൊക്കെ ചില്ലറക്കാരല്ല കേട്ടോ, ഇവിടെ കുറേ പേരുണ്ട്. ഓക്കെ, ഇനി ബാക്കിയൊക്കെ നമുക്ക് പള്ളി വെച്ച് കാണാവേ. അപ്പോൾ നമ്മുടെ ജപമാല റാലി പള്ളിയിൽ എത്താറായിട്ടോ. വീടിൻ്റെ അവിടെ നിന്നാണെങ്കിലും ഞാനും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തു.
അങ്ങനെ ദേ പള്ളിയിലെത്തി റാലി. ഈ ഫ്രെയിം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, നമ്മുടെ മാതാവും ഇന്നത്തെ മാതാവും അങ്ങനെ പള്ളിയായിട്ട് ഈ ഒരു ഫ്രെയിം. അത് കഴിഞ്ഞ് നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഉണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് നമ്മുടെ വികാരിയച്ഛൻ ഇന്ന് നടന്ന മത്സരങ്ങളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ എല്ലാവരും കാത്തിരുന്ന അമ്മ മറിയം കുഞ്ഞു മറിയം എന്നുള്ള കോമ്പറ്റീഷൻ. അപ്പോൾ അതേ 10 ചെസ് നമ്പറാണ് ഉണ്ടായിരുന്നത്, 10 കുട്ടികളാണ് ഉണ്ടായിരുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 10 കുട്ടികളും ഇങ്ങനെ ഫസ്റ്റ് തന്നെ നടന്നു വന്ന് അവരവിടെ നിൽക്കുകയാണ്. അതിനുശേഷമാണ് അവർ ഓരോ വചനം പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഫസ്റ്റത്തെ കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ എല്ലാവരും ഒരുമിച്ചാണ് വരുന്നതെന്ന്. അപ്പോഴേക്ക് സെക്കൻഡ് അധികം എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അത് കഴിഞ്ഞതേ 4th അങ്ങനെ 5th 6th അങ്ങനെ 10 വരെ എല്ലാ മാതാവും ഇങ്ങനെ നടന്നു വരാണ്. എന്ത് രസമാണല്ലോ കാണാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അടിപൊളിയായിട്ടുണ്ട് ചെയ്തേക്കുന്നതാണെങ്കിൽ ഇവരുടെ ഒരുക്കിയവരുടെ നിങ്ങൾ കണ്ടു. ഇങ്ങനെ കുട്ടികൾ ഒരുക്കണമെങ്കിൽ അവരുടെ പാരൻസ് തന്നെയാണ്, പാരൻസായാലും ടീച്ചേഴ്സായാലും നന്നായി ഒരുക്കി നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. കുറേ ഡിഫറെൻറ്റ് മാതാവിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ചിലവർക്കൊന്നും ഫെമിലിയർ ആയിരിക്കില്ല, പക്ഷേ ഈ ഒരു മത്സരത്തിലൂടെ കുറേ പേർക്ക് ഇങ്ങനെ പല പല മാതാവ് ഉള്ളതും കൂടി അറിയാൻ പറ്റി കേട്ടോ. അങ്ങനെ 10 പേരും ദേ ഇവിടെ വന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ നെക്സ്റ്റ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മാതാവ് നടന്നു വരുമ്പോൾ വീഡിയോ കാണാൻ നിങ്ങൾ പറയാം ഇത് ഏത് മാതാവാണെന്ന് മനസ്സിൽ പറയാം. ഓക്കെ, അവരവിടെ എത്തിയിട്ട് പറയുന്നുണ്ടേ. അപ്പോൾ അതേ നമ്മുടെ അടുത്ത മാതാവ് വരാണ്. ഈ മാതാവിനെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണൂല്ലേ, നമ്മൾ കണ്ടിട്ടുള്ളതാണ്, മിക്കവരും എല്ലാ വർഷം പോകുന്നതാണ് ഈ മാതാവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ വേഗം പറഞ്ഞോ ഏത് മാതാവാണ്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മാതാവിന് അധികം ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ അടുത്ത് ഞാൻ ഈ മാതാവിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാരണം ഞാൻ ആ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേത് മാതാവാണെന്ന് മനസ്സിലായവർ പറയൂ. ജർമ്മനിയിലെ ബർലിൻ സംസ്ഥാനത്തെ ഓക്സ്ബർഗിലുള്ള വിശുദ്ധ പത്രോസിന്റെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഒരു മരിയൻ ചിത്രമാണ് ഒരു കഴിക്കുന്ന മാതാവ്. ഈ മാതാവിനെ കുറിച്ച് ഞാനിപ്പോൾ എന്ത് ചോദിക്കാനാ, നമ്മുടെ ഇടവക മധ്യസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടിപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, നിങ്ങളോട് ചോദിക്കുന്നില്ല, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അതെ, ഈ മാതാവിനെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ലായിരുന്നു. അത് ഈ കോമ്പറ്റീഷൻ കാരണമാണ് ഞാനും കൂടുതലായിട്ട് മനസ്സിലാക്കിയത് കേട്ടോ. അതെ, നിങ്ങളുടെ ഉത്തരം കറക്റ്റാണ്. രണ്ടും റോസ മിസ്റ്റിക് മാതാവ് തന്നെയാണ് കേട്ടോ. പക്ഷേ കോമ്പറ്റീഷനാണ്, അത് നമുക്ക് റിസൾട്ടിൽ കാണാൻ പറ്റും കേട്ടോ. റോസ മിസ്റ്റിക് മാതാവ് 3 തരങ്ങളിലുള്ള റോസാപ്പൂക്കൾ വെച്ചുചാട്ടി 1947 ഇന്ത്യയിലെ മുണ്ടശ്ശേരിയായി എന്ന സ്ഥലത്ത് പേരിന് മില്ലിയൻ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ. അപ്പോൾ കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ വട്ടയപ്പും ചുക്ക് കാപ്പി ഉണ്ടെന്ന് അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ എല്ലാവരും അത് കഴിക്കാൻ പോയി. ആ ഗ്യാപ്പിൽ നമ്മൾ മാതാവിൻ്റെ ഫോട്ടോ എടുക്കായിരുന്നേ. അപ്പോൾ ഇത്രയും മാതാവ് ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ ഇവരുടെ കൂടെ ഒരു ഫോട്ടോ ഞാനും എടുത്തില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമല്ലേ. അപ്പോൾ ഞാനും പോയി ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ അമ്മമാർ വട്ടയപ്പവും പിന്നെ അതുപോലെ തന്നെ ചുക്ക് കാപ്പി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിന്ന് അത് മേടിച്ച് ഞാനും കഴിച്ചു. വട്ടയപ്പവും ചുക്ക് കാപ്പി നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ സമയത്ത് കിട്ടിയപ്പോൾ അടിപൊളിയായിരുന്നു. Second prize goes to chest number 6. First prize goes to chest number 2.
ഇനി കുഞ്ഞുമാതാവ് മത്സരം. തേർഡ് പ്രൈസ് ഗോസ് ടു ചെസ്റ്റ് നമ്പർ 2. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ചെസ്റ്റ് നമ്പർ 6. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ചെസ്റ്റ് നമ്പർ 4. പേര് ഹെവൻലി. സെക്കൻഡ് ഫാത്തിമ. അവിടെ ഒരു ക്ലാഷ് വന്നത് എന്താണെന്ന് മനസ്സിലായോ? അതായത് ആ കുട്ടിയുടെ അടുത്ത് പേര് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഫാത്തിമ എന്നാണ്, മാതാവിൻ്റെ പേരെന്നാണ് അവൾ ഉദ്ദേശിച്ചത്. അവളുടെ പേര് സെലിൻ. ഇനി അമ്മമാതാവ് മത്സരം. ഫസ്റ്റ് ചെസ്റ്റ് നമ്പർ 2. പേര് സെക്കൻഡ് ചെസ്റ്റ് നമ്പർ 6. റിസൾട്ട്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ക്യാഷ് പ്രൈസ് ആയിരുന്നേ. പിന്നെ നമ്മുടെ കുഞ്ഞുമറിയം, അമ്മമറിയം 2 കൂട്ടരിലും മത്സരിച്ചവർക്ക് നമ്മളൊരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ മാതാവിൻ്റെ കോസ്റ്റ്യൂമിലൊക്കെ വന്നിട്ട് അവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കാതിരുന്നത് ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു പ്രോത്സാഹന സമ്മാനം അവർക്ക് കൊടുത്തേ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ചെറിയ നന്ദി പറയലും കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ജപമാല റാലിയുടെ പ്രോഗ്രാംസ് എല്ലാം ഓൾമോസ്റ്റ് ഇവിടെ കഴിയാണ്. അപ്പോൾ അതേ പോകുന്ന വഴിക്ക് വേളാങ്കണ്ണി മാതാവ് നമുക്കൊരു പോസ് കൂടി തന്നിട്ടാണ് പോയിപ്പോൾ അങ്ങനെ ദേ നമ്മുടെ ജസ്റ്റീന അവിടെ നന്ദി പറയാണ്. അപ്പോൾ ബാക്കി എല്ലാവരും നമ്മുടെ മേലെ എല്ലാവരും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എല്ലാവരും ഇതേ ഓടിപ്പോവാണല്ലോ എന്ന്. എല്ലാവരും വീട്ടിലേക്ക് എല്ലാവരും ഓടിപ്പോവാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ കാണിച്ച കൊന്തയും ഗ്രോട്ടയൊക്കെ കാണാനായിട്ട് എല്ലാവരും പോവാണേ നന്ദി പറയൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ ജപമാല റാലിയും ജപമാല സമാപനമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് ജപമാല റാലി, ജപമാല സമാപനം ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ മാതാവിനും ടാറ്റ പറഞ്ഞ് ഞാനും പതുക്കെ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ.